എനിക്കിന്ന് കുറേ മാങ്ങ കിട്ടി. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അതുകൊണ്ട് എന്തേലൊക്കെ വെക്കണ്ടേ. കുറേ പറഞ്ഞാൽ കുറേ കിട്ടി, പിന്നെ എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെ ചിന്തിച്ച് നോക്കി. അപ്പം അന്ന് തന്നെ എൻ്റെ നാത്തൂനും വന്നിരുന്നു. ചേച്ചി അങ്ങനെ ഒരു മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് അത്രയ്ക്ക് തിന്നാൻ കൂടില്ല. അപ്പം ഞാൻ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കട്ടെ എഴുതി. അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ വെച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. മാങ്ങ പുളിശ്ശേരിയാണ് ഉദ്ദേശിക്കുന്നത്, എന്താകുമെന്ന് ലാസ്റ്റ് അറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ മാങ്ങയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ അതങ്ങനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പരീക്ഷണമല്ലേ, എന്താകുമോ. അങ്ങനെ ശർക്കരയൊക്കെ ഇട്ടുകൊണ്ടത് വെള്ളത്തിലാക്കി. പിന്നെ ശർക്കരയൊക്കെ ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് തിളക്കട്ടെ എഴുതിക്കൊണ്ട് ഞാനത് അടച്ചേക്കട്ടെ. പാളിയാ കാണാം, പാളിയിട്ടില്ലെങ്കിൽ ചോറിന് കൂട്ടും ചെയ്യാം. മാങ്ങാ പുളിശ്ശേരി തേങ്ങാ പുളിശ്ശേരിയൊക്കെ എടുത്തെറിയേണ്ടി വരുമോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടച്ച് വെച്ച് അപ്പോഴാണ് മോന് വന്ന് ദോശ വേണോ, എനിക്ക് ദോശ വേണോ, മുട്ട ദോശ വേണോ പറഞ്ഞാകണത്. അപ്പം പിന്നെ ആ കുന്ത്രാണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. നമ്മളെന്തെങ്കിലും തിരക്കിട്ട് ചെയ്യുമ്പോഴാവുമല്ലോ ഓരോ ആൾക്കാർ വരിക, അതിലും വലിയ തിരക്കും കൊണ്ട്. പിന്നെ ഞാൻ തിരക്കെട്ട് തീർക്കട്ടെ എഴുതി. പിന്നെ അങ്ങനെ മുട്ട ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിലും ഓനുണ്ടാവും കേട്ടോ. ആനക്കാര്യം പറയുന്നിടത്ത് ചേനക്കാര്യം പറഞ്ഞുകൊണ്ട് ഓനെപ്പോഴും ഉണ്ടാവും. എൻ്റെ പണി തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ശർക്കരയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും നോക്കണം, ഇതും നോക്കണം. അപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ദോശയ്ക്ക് മുട്ട ഒഴിക്കണം. മുട്ടയൊക്കെ ഒഴിച്ച് അവിടെ പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ ഇളക്കി കൊടുക്കുകയാണ്. ഇവന് അടി പിടിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഇവനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങ ഒക്കെ നല്ല പോലെ വെന്തു ഷാറായി. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടത്, എന്താ അറിയില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ചപ്പോൾ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഇനി ഒന്നുകൂടി ഉണ്ടാക്കണം എന്നിങ്ങനെ തോന്നി. അപ്പോൾ തന്നെ ദോശ അവിടെ വെന്തു കേട്ടോ. ദോശ അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരാളവിടെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ദോശ എടുത്ത് പാത്രത്തിലൊക്കെ ഇട്ട് തിരിഞ്ഞ് ഇറങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ സമാധാനം. ഓൻ്റെ ദോശക്കാരൻ്റെ ദോശ പരിപാടിയോട് തീർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഓനെ നോക്കണ്ട. ഇനിയിപ്പോൾ അതിക്ക് നെയ്യ് ഒഴിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ മാങ്ങാക്കറി വെക്കണത് കാണുന്നതും ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിക്കുകയാണ്. ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇനി പിന്നെ വറവിടുമ്പോൾ ഒന്നും കൂടി നെയ്യ് ഒഴിക്കണം അത്രേ. അപ്പോൾ അങ്ങനെ അപ്പം ഒഴിക്കാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്നും കൂടി തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഞാൻ അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ. തേങ്ങയും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാനിടുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും സാധനം മറന്നണമെന്ന് എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങൾ മതിയാവും, അതൊക്കെ മതി. അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനതൊന്ന് നല്ല പോലെ അരച്ചെടുത്തു. നല്ല പോലെ അരച്ചെടുത്തത് ഞാൻ നമ്മുടെ വെന്ത് കഴിഞ്ഞ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി. ഉപ്പിടാൻ മറന്നിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ഉപ്പിടുന്നത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലൊരു കുറവ് വേണ്ട. പിന്നെ ഞാൻ ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ, അതുപോലെ തന്നെ ഉലുവ പൊട്ടി ഒന്നിട്ട് വരുമ്പോൾ പൊട്ടിയിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇതങ്ങനെയല്ല, നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടാൻ കാത്ത് നിൽക്കുമ്പോൾ പൊട്ടൂല. അല്ലെങ്കിൽ ചടപട പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും. പൊട്ടാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. എന്താ അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവില്ലേ പൊട്ടാത്തത്. അതൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെ അതൊക്കെ പൊട്ടി. കറിവേപ്പിലിട്ടപ്പോൾ നല്ല പൊട്ടിട്ടോ. അങ്ങനെ അതൊക്കെ പൊട്ടിയതൊക്കെ ഞാൻ നമ്മളെ മാങ്ങ കറിയിലേക്ക് അങ്ങോട്ട് പാർന്നു. ഇത്രയേ ഉള്ളൂ.